അടിച്ചു മോനെ അടിച്ചു 50 കോടി എന്ന് പറയുന്ന റെക്കോർഡ് അടിച്ചു. പറഞ്ഞ പോലെ തന്നെ 6 ദിവസം കൊണ്ട് പടത്തിന്റെ റെക്കോർഡ് അങ്ങ് മാറിയിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ദ ബെസ്റ്റ് ഫിലിം ഓഫ് ദി ഇയർ എന്ന് പറയുന്ന റെക്കോർഡ് പോലും നേടാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ സിനിമയെ കുറിച്ച് വരുന്ന ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ടെർബോ എന്ന സിനിമയ്ക്ക് ശേഷം ഈ സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാകുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ഡിസ്കഷൻസ് ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്രോജക്ട് കെ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന കഥയുടെ അപ്പുറത്തോട്ട് ഒരു വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നതിനൊപ്പം തന്നെ ഈ സിനിമയ്ക്കകത്ത് നമ്മളുടെ സ്വന്തം ദുൽഖർ സൽമാൻ ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ളൊരു കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് ഇന്നലെ ഒഫീഷ്യലി അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എന്താണെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡൊണാൾഡ് ആണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. ടെർബോ എന്ന സിനിമ കണ്ടേക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും കണ്ടേക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സിനിമയുടെ അവസാന ഭാഗത്ത് ഒരു എൻ ക്രെഡിറ്റ് വരുന്നതായിട്ട് നമുക്ക് എല്ലാവരും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പ് വന്നേക്കുന്ന ഓസ്ലർ എന്ന് പറയുന്ന സിനിമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓസ്ലറിന്റെ അവസാന ഭാഗത്ത് എൻ ക്രെഡിറ്റിനകത്ത് ഓസ്ലറുടെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട് എന്നുള്ള രീതിക്ക് ഒരു എൻ ക്രെഡിറ്റ് ഇട്ടുകൊണ്ടാണ് സിനിമ അവസാനിപ്പിക്കുന്നത് അല്ലേ എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ടെർബോ എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞിരിക്കുന്ന സമയത്ത് കഥയെല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന സമയത്ത് ഈ സിനിമയിൽ അതുവരെ നമ്മൾ കാണാത്ത ഒരു കിഡിലൻ ക്യാമിയോന്റെ ഒരു എൻട്രി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഐ മീൻ വെറും ഒരു വോയിസ് ഓവർ മാത്രമായിരുന്നു. മക്കൾ സെൽവൻ വിജയ് സേതുപതിയാണ് ഈ സിനിമയിൽ വരാൻ പോകുന്ന ക്യാമിയോ എന്നുള്ളൊരു കാര്യം അദ്ദേഹത്തിന്റെ സൗണ്ട് കേട്ടേക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. സിനിമയുടെ സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് ഒരു അപ്ഡേറ്റ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ടെർബോ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട് സംഭവിക്കാനായിട്ട് പോകുന്നത് ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത്. ഈ സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള വൈശാഖ് ആക്ച്വലി അടുത്തതായിട്ട് ഡയറക്ട് ചെയ്യാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് ഖലീഫ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. പൃഥ്വിരാജ് കുമാറാണ് ഈ സിനിമയിൽ സ്റ്റാറിംഗ് ആയിട്ട് അദ്ദേഹമാണ് അഭിനയിക്കുന്നത്. ലീഡ് റോൾ അദ്ദേഹമാണ് ചെയ്യുന്നത്. ഒരു അടിപൊളി വലിയൊരു ക്യാൻവാസിൽ വരാൻ പോകുന്ന സിനിമകളൊക്കെ എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ഖലീഫ എന്ന് പറയുന്ന പൃഥ്വിരാജ് കുമാറും വൈശാഖ് സിനിമയ്ക്ക് ശേഷമായിരിക്കും ടെർബോ 2 ആരംഭിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ തമിഴിൽ വിക്രത്തിലൊക്കെ കണ്ടേക്കുന്ന പോലെ ഒരു സെക്കൻഡ് പാർട്ടിൽ ലീഡ് ഇട്ടുകൊണ്ടാണ് ടെർബോ സിനിമ അവസാനിപ്പിച്ചേക്കുന്നത്. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള പാർട്ട് അടുത്തൊരു 2 വർഷത്തിന് ശേഷമായിരിക്കും തിയേറ്ററിലോട്ട് വരാം എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മക്കൾ സെൽവൻ വിജയ് സേതുപതി എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മഹാരാജ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ ശരിയാവുക? കാരണം തമിഴ് സിനിമയിലെ ദ ബെസ്റ്റ് മൂവി ഓഫ് ദി ഇയർ എന്ന് പറയുന്ന ഒരു റെക്കോർഡ് പോലും സിനിമ നേടാനായിട്ട് സാധ്യതയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കണ്ടേക്കുന്ന പ്രേക്ഷകരടക്കം എല്ലാവരും ഒന്നടക്കം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സാധാരണ ഒരു പടത്തിന് പോസിറ്റീവും നെഗറ്റീവും വരാന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് വരെ ഞാൻ ജെന്യുവിനായിട്ട് പറയാണ്, എനിക്ക് ഈ പടത്തിനെ കുറിച്ച് ഒരു നെഗറ്റീവ് പോലും കേൾക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. പടത്തിനെ കുറിച്ച് ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു അപ്ഡേറ്റ് എന്താ നോക്കിയാണെന്നുണ്ടെങ്കിൽ പടം വെറും 6 ദിവസം കൊണ്ട് 50 കോടി നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇന്നലെ വൈകിട്ട് ഇന്ന് രാവിലത്തോടു കൂടി ഈ സിനിമ 50 കോടി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ഗംഭീരമായിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ് ഈ സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ ദിവസം 2.5 കോടി രൂപയോളമാണ് കളക്ഷൻ എന്നുണ്ടെങ്കിൽ പിന്നത്തെ ദിവസം നോക്കുമ്പോൾ ഈ സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ഈ സിനിമയുടെ ഏറ്റവും ഹയസ്റ്റ് റെക്കോർഡ് കളക്ഷൻ ആയിരുന്നു കാണാനായിട്ട് സാധിച്ചായിരുന്നു. 4 കോടിക്ക് മേലെയായിരുന്നു ഈ സിനിമയുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള കളക്ഷൻ ആയിട്ടായിരുന്നു വന്നായിരുന്നത്. അങ്ങനെ മൊത്തം എല്ലാ സ്ഥലത്തു നിന്നുള്ള ഔട്ട് ഓഫ് തമിഴ്നാട് ആൻഡ് ഇൻസൈഡ് തമിഴ്നാട് കൂടിയിട്ടുള്ള മൊത്തം കളക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ് വൈഡ് കളക്ഷൻ ആയിട്ട് ഈ സിനിമ നേടിയിരിക്കുന്നത് 50 കോടിക്ക് രൂപയിലും മേലെയാണെന്നുള്ളൊരു കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു സിനിമയെ കുറിച്ചാണ് ശരിക്കും പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം തമിഴ് സിനിമയിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന ഒരു ആക്ടറിന്റെ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 പേരായിരിക്കും എപ്പോഴും കോമ്പറ്റീഷന് വരാല്ലേ. ഒന്ന് രജനികാന്ത്, പിന്നെ വിജയ്. ആക്ച്വലി ഇവർ തമ്മിലൊരു പോട്ടി ഉണ്ടാകുമെന്ന് പറയുന്ന സമയത്ത് പോലും ലാസ്റ്റ് വന്നേക്കുന്ന കൂലി എന്ന് പറയുന്ന സിനിമയുടെ അപ്ഡേറ്റ് പറയുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. 250 കോടി രൂപയിലും മേലെയാണ് ശരിക്കും രജനികാന്ത് കൂലി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി വാങ്ങിക്കുന്ന ഒരു തുക എന്നുള്ളൊരു കാര്യം മുമ്പേ തന്നെ വന്നിരുന്ന ഒരു അപ്ഡേറ്റ് അത് പറഞ്ഞ ഒരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന ഒരു ആക്ടറായിട്ട് ആക്ച്വലി രജനികാന്ത് മാറിയിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെ ഓൾറെഡി വന്നിരുന്ന ഒരു അപ്ഡേറ്റ് തന്നെയായിരുന്നു. പക്ഷേ ഈ റെക്കോർഡിനെ പിന്തള്ളിക്കൊണ്ട് ഈ റെക്കോർഡിന് മുകളിൽ മറ്റൊരു റെക്കോർഡ് ഇട്ടുകൊണ്ട് ഇപ്പോൾ വിജയ് വീണ്ടും മുന്നോട്ടേക്ക് വന്നേക്കാണ്. വിജയുടെ തലപതി 69 എന്ന് പറയുന്ന സിനിമയുടെ പേര് ഇതുവരെ ഇട്ടിട്ടില്ല. എച്ച് വിനോദാണ് സംവിധാനം ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആയേക്കാണ്. ഒരുപാട് പേര് സംവിധാനം ചെയ്യുമെന്നുള്ളൊരു കാര്യം നമുക്കറിയാം. വിജയുടെ അവസാനത്തെ സിനിമയാണ് എന്നതുകൊണ്ട് തന്നെ പല ആൾക്കാരായിരിക്കും ഇത് ചെയ്യാന്നുള്ളൊരു കാര്യങ്ങളൊക്കെ മുമ്പേ തന്നെ വന്നിരുന്ന റൂമറിനകത്ത് പറഞ്ഞായിരുന്നു. പക്ഷേ തലപതി 69 എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആയേക്കാണ്. ഈ സിനിമ ചെയ്യാനായിട്ട് പോകുന്നത് എച്ച് വിനോദാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി വിജയ് തലപതി മേടിക്കാനായിട്ട് പോകുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 275 കോടി രൂപ പ്ലസ് GST ആണ് ഇദ്ദേഹം മേടിക്കാൻ പോകുന്ന സാലറി എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. 275 കോടി പ്ലസ് GST എന്ന് പറയുന്ന 18% ആണെന്ന് എനിക്ക് തോന്നുന്നു.
അങ്ങനെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 300 കോടിയിലും മേലെ 310 കോടി രൂപയിലും മേലെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു റെമ്യൂണറേഷൻ ആയിട്ട് ഇദ്ദേഹം മേടിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിച്ച് മീൻസ് ഹീസ് എ ഹൈസ്റ്റ് പെയ്ഡ് ആക്ടർ ഇൻ ഏഷ്യ. അങ്ങനെ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. എനിവേസ് ഒരു വലിയ റെക്കോർഡ് ഇട്ടുകൊണ്ട് തന്നെയാണ് വിജയ് വീണ്ടും തിരിച്ചു വന്നേക്കുന്നത്. കൽക്കി 2898 AD ഈ സിനിമയുടെ ട്രെയിലർ നമ്മളെല്ലാവരും കണ്ടു തന്നെയായിരുന്നു. ഒരു അടിപൊളി ട്രെയിലർ തന്നെയായിരുന്നു. ചില ആൾക്കാർക്ക് പക്ഷേ ഈ ട്രെയിലർ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം കുറച്ച് കാർട്ടൂൺ പോലെയൊക്കെയാണ് എന്ന് പറയുന്നവരും. ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെ ഒരു സിനിമ വരുന്ന സമയത്ത്, ഒരു ഡിസ്റ്റോപ്പിയൻ പടം വരുന്ന സമയത്ത് അത് ഉൾക്കൊള്ളാനായിട്ട് എല്ലാവരെ കൊണ്ട് സാധിക്കണമെന്ന് നിർബന്ധമില്ല. സിനിമയെ കുറിച്ച് മിക്സ്ഡ് ഒപ്പീനിയൻ വരുന്ന സമയത്ത് ഈ സിനിമയ്ക്ക് കാര്യമായിട്ടുള്ള നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ് വന്നേക്കുന്നത്. നമുക്കറിയാം സിനിമയുടെ ഫസ്റ്റ് ട്രെയിലർ നമ്മളെല്ലാവരും കണ്ടേക്കുന്നതിനായിരുന്നു. ഒരു ഡിഫറെൻറ്റ് ട്രെയിലർ ഓൾറെഡി സംഭവിക്കാനായിട്ട് പോവാണ്, ഓൾറെഡി വരാനായിട്ട് പോവാണ്. ആക്ച്വലി സംഭവിച്ചു കഴിഞ്ഞു. ഇന്നലെ കൽക്കി എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഒഫീഷ്യൽ ഇവന്റ് ഉണ്ടായിരുന്നു. കമൽ ഹാസൻ, പ്രഭാസ്, ദീപിക പദുക്കോൺ, അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ഒരുപാട് വലിയ സ്റ്റാർസുകൾ ഉണ്ടായിരുന്ന ഒരു വലിയൊരു ഇവന്റ് തന്നെയായിരുന്നു മുംബൈയിൽ വെച്ച് നടന്നത്. ഈ ഒരു ഇവന്റിനകത്ത് കൽക്കി സിനിമയുടെ സെക്കൻഡ് ട്രെയിലർ ഓൾറെഡി ഇവർ റിവീൽ ചെയ്തായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് സോഴ്സ് പ്രകാരം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതുവരെ കൃത്യമായിട്ടുള്ള ടൈം സ്പെസിഫൈ ചെയ്തിട്ടില്ല. പക്ഷേ ജൂൺ 21-ാം തീയതി നാളെ ആയിരിക്കും ഈ സിനിമയുടെ ട്രെയിലർ വരാന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇതുവരെ വന്നേക്കുന്ന ഒരു അപ്ഡേറ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ മോസ്റ്റ് അവൈറ്റിംഗ് ആയിട്ടുള്ള സിനിമയാണ് കൽക്കി എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന പ്രേക്ഷകർ എന്ന് പറയുന്ന ഒരുപാട് പേര് തന്നെയാണ്. പക്ഷേ കാര്യമായിട്ട് നമ്മളെ കോരി തെരിപ്പിക്കുന്ന തരത്തിലുള്ള സാധനങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ട്രെയിലർ എന്ന് പറയുന്നത് വളരെ നീറ്റ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം പറയാതിരിക്കാനായിട്ട് പറ്റില്ല. കൽക്കി സിനിമയിൽ വില്ലനായിട്ട് വരാൻ പോകുന്ന ഒരു കഥാപാത്രമാണ് കമൽഹാസന്റെ കഥാപാത്രം എന്നുണ്ടെങ്കിൽ ആരാണ് ദുൽഖർ സൽമാൻ എന്നുള്ളൊരു കാര്യം തന്നെയാണ് കുറേ ആൾക്കാർ ഒരു ചോദ്യം എന്ന് പറയുന്നത്. പലതരത്തിലുള്ള റൂമറുകൾ ഇതിനെക്കുറിച്ച് വരുന്നുണ്ട്. ഉണ്ടാവാൻ പോകുന്ന കുട്ടിയാണ് ദീപിക പദുക്കോൺ, ഉണ്ടാവാൻ പോകുന്ന കുട്ടിയാണ് കൽക്കി അവതാരമായിട്ട് വരാനായിട്ട് പോകുന്ന ഒരു കഥാപാത്രമാണ് ദുൽഖർ എന്നുള്ളൊരു കാര്യം പറയുന്ന സമയത്തും ഈ സിനിമയിൽ വരാൻ പോകുന്ന ദുൽഖറിന്റെ കഥാപാത്രം എന്ന് പറയുന്നത് പ്രോജക്ട് കെ എന്ന് പറയുന്ന ആ ഒരു പ്രോജക്ട് ചെയ്യുന്ന ആ ഒരു കമ്പനിയുടെ ആളായിട്ട് വരുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ വിജയ് ദേവരെ കൊണ്ട് അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരാളായിരിക്കും എന്നുള്ളത് പലതരത്തിലുള്ള റൂമറുകൾ ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. കമൽഹാസനെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറയണം. കാരണം ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു സിനിമ എന്ന് പറയുന്ന സമയത്തും ഇന്ത്യൻ 2 എന്ന് പറയുന്ന അതേ ടീം തന്നെ വീണ്ടും നിൽക്കുന്ന സമയത്ത് AR റഹ്മാന് പകരം ഓൾറെഡി നമുക്കറിയാം അനിരുദ്ധാണ് ഈ സിനിമ ചെയ്യാനായിട്ട് പോകുന്നത്, ഇതിനെ കമ്പോസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമയ്ക്ക് അതിന് മ്യൂസിക്കിന് മിക്സഡ് റെസ്പോൺസ് ആണ്. പക്ഷേ ബേസിക്കലി ഫോർ മീ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടേക്കുന്ന ഒരു മ്യൂസിക് തന്നെയായിരുന്നു ഇന്ത്യൻ 2-ന്റെ മ്യൂസിക് എന്ന് പറയുന്നത്. ഈ സിനിമയെ കുറിച്ച് വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമയുടെ റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 12-ാം തീയതി ആയിരുന്നു. ജൂലൈ 12-ാം തീയതി സിനിമ റിലീസ് ചെയ്യുമെന്നൊരു കാര്യം തന്നെയായിരുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരുന്നത്. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് ആക്ച്വലി പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്ന എന്നുള്ളൊരു കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം പുഷ്പ എന്ന് പറയുന്ന സിനിമയുടെ ഡേറ്റ് ഓൾറെഡി മാറ്റിയിരിക്കുന്നത് ഓഗസ്റ്റ് എന്ന് പറയുന്ന മാസത്തിൽ നിന്നും ആ ഒരു ഡേറ്റ് മാറ്റിയിരിക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തിലായിരിക്കും, ഓഗസ്റ്റ് 15-ാം തീയതി ആയിരിക്കും ഈ സിനിമയുടെ റിലീസിംഗ് സംഭവിക്കുക എന്നുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സിനിമ ഒരു യൂണിവേഴ്സ് ആയിട്ട് വരാൻ പോകുന്ന ഒരു സിനിമ എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ശങ്കറിന്റെ തന്നെ മറ്റൊരു സിനിമയായിട്ട് വരുന്ന ഒരു വലിയൊരു ക്യാൻവാസ് വരുന്ന സിനിമ തന്നെയാണ് ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്. രാം ചരൺ, കിയാർ അദ്വാനി എന്ന് പറയുന്ന ഒരുപാട് വലിയ സ്റ്റാർ കാസ്റ്റുകൾ വരുന്ന ഒരു സിനിമയാണ് ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരുന്നു. ഈ സിനിമയും ഇന്ത്യൻ 2 ആയിട്ട് ഇന്റർ കണക്റ്റഡ് ആണ് എന്നുള്ളൊരു കാര്യം കൂടി വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. എനിവേസ് ഇനി ഒരുപാട് വലിയ വലിയ സിനിമകളാണ് വരാണ്ട് പോകുന്നത്. വലിയ ക്യാൻവാസിൽ വരുന്ന, വലിയ ബഡ്ജറ്റിൽ വരുന്ന ഒരുപാട് സിനിമകളാണ് വരാണ്ട് പോകുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? 300 കോടി എന്ന് പറയുന്ന സാലറി എന്നൊക്കെ പറയുന്നത് ഒരു സിനിമ നടനെ സംബന്ധിച്ചിടത്തോളം അത് പേയ്മെന്റ് കൂടുതലാണോ? ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് സിനിമകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമയുടെ ഭൂരിഭാഗം എന്ന് പറയുന്നത് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ട്രെൻഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത സൂപ്പർ സ്റ്റാർസിനാണ് ഏറ്റവും കൂടുതൽ പൈസ പ്രൊഡ്യൂസേഴ്സ് മാറ്റിവെക്കുന്നതും. അങ്ങനെ നോക്കുന്ന സമയത്ത് സിനിമയുടെ ക്വാളിറ്റിനെ അത് ബാധിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം ആയിട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം കൂടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ഇറ്റ്സ് ബിറ്റ് ഓൺ ആൾ സ്പേസസ് സൈനിങ് ഔട്ട്. ബൈ.